ജനുവരി ഫസ്റ്റ് വീക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കും. നിയമനത്തിലെ നിലപാട് മുന്നണിയിലെ കക്ഷികളെല്ലാം ബോധ്യപ്പെടുത്തിയെടുത്തതെന്നാണ്. ഒരാൾ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും ഒന്ന് എൻ്റെ 202 എൻ്റെ ഒരു വാച്ച് ഉണ്ട് അവിടെ വെച്ച് മറന്ന് 202 നിയമനത്തിലെ നിലപാട് ഇടതുമുന്നണിയിലെ കക്ഷികളെല്ലാം ബോധ്യപ്പെടുത്തിയെടുത്ത് ഒരു തീരുമാനം. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ ഇതൊരു ഭരണപരമായ നടപടിയുടെ ഒരു പ്രശ്നമാണ്. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഭിന്നതയും പ്രശ്നങ്ങളൊന്നും കേരളത്തിലുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പോ വന്നതിന് ശേഷം എന്താ പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. നോക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് പോകണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ DB കോളേജിലേക്ക് ഭാരതാംബ വിഭാഗത്തിലെ കേരള സർവകലാശാല രജിസ്റ്റർ എനിക്കറിയില്ല. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് പോയി അന്വേഷിച്ചതിന് ശേഷമേ പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഭാവമല്ല. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഈ അഭിപ്രായത്തോടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകും. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടുന്ന പ്രശ്നം ഇതിനകത്തില്ല. തെരഞ്ഞെടുപ്പിന്റെ വിധിയിലും ഞങ്ങൾ എടുക്കുന്ന നിലപാടിൽ ഈ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട നിലപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ചില സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിക്കാം. അത് അടിസ്ഥാനം. ശരി, LDF കൺവീനർ TP രാമകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും സുപ്രീം കോടതി പറ്റുമെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് യോജിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളാണെന്നൊക്കെ അദ്ദേഹം പറയുകയായിരുന്നു.